ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ഗ്രോ മലയാളം. ഇപ്പൊ ജീവിതത്തിലും മാർക്കറ്റിലും ഒരു നിയമമുണ്ട്. ചേഞ്ച് മാത്രമാണ് കോൺസ്റ്റന്റ്. ചിലപ്പം സെന്റിമെന്റ്സ് മാറാം, ചിലപ്പം സെക്ടേഴ്സ് മാറാം, അതുപോലെ തന്നെ ചിലപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി മാറാം. അതുപോലെ ഇവിടുത്തെ ഏറ്റവും വലിയ സ്ട്രാറ്റജി എന്ന് പറയുന്നത് വലിയ ആളുകളുടെ പണം മൂവ് ചെയ്യുന്നുണ്ടോ എന്നതാണ്. അതായത് FIs അതുപോലെ തന്നെ DIs അവരുടെ ഹോൾഡിങ്സ് കൂട്ടുന്നുണ്ടോ അല്ലെങ്കിൽ കുറയ്ക്കുന്നുണ്ടോ എന്നതാണ്. അപ്പൊ ഇത് നമ്മൾ ട്രാക്ക് ചെയ്യുന്നത് നമ്മളിപ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഉപകാരപ്പെടും. അപ്പൊ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ക്വാർട്ടറിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്പോട്ട്ലൈറ്റിൽ വന്ന ടോപ്പ് 3 സ്റ്റോക്സ് നമുക്ക് നോക്കാം. അതായത് FIs DIs അവരുടെ ഹോൾഡിംഗ് പെർസെന്റേജിൽ വലിയൊരു മാറ്റം വരുത്തിയ സ്റ്റോക്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോയും കൂടി ലൈക്ക് ചെയ്യാം. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ഇന്നത്തെ നമ്മുടെ ലിസ്റ്റിലെ ഫസ്റ്റ് കമ്പനി വരുന്ന ആസാദ് എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ ജസ്റ്റ് ലാസ്റ്റ് ക്വാർട്ടറിൽ FI ഹോൾഡിംഗ്സ് 4% കൂടി, അതുപോലെ തന്നെ DI ഹോൾഡിംഗ്സ് 2.5% കൂടി. അപ്പം കുറച്ചും കൂടി ഡീപ്പായിട്ട് നമുക്ക് നോക്കാം. ആസാദ് എഞ്ചിനീയറിംഗ് 1983 തുടങ്ങുന്നത്. ഈ ഒരു മിഡ് ക്യാപ് കമ്പനി ബേസിക്കലി എയറോസ്പേസ് കമ്പോണൻസ് അതിൽ ടർബൻ മാനുഫാക്ചർ ചെയ്ത് എയറോസ്പേസ്, ഡിഫൻസ്, എനർജി അതുപോലെ തന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിലെ ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചേഴ്സിന് സപ്ലൈ ചെയ്യും. ഇന്നവർക്ക് അവരുടെ പോർട്ട്ഫോളിയോയിൽ 1400-ലധികം ക്വാളിഫൈഡ് പാർട്സ് ഉണ്ട്. അപ്പൊ കമ്പനിയുടെ ഇൻഡസ്ട്രിയൽ വെർട്ടിക്കൽസ് നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ എനർജി ആൻഡ് ഓയിൽ ആൻഡ് ഗ്യാസ് ആണ്. അപ്പൊ ഈ ഒരു വെർട്ടിക്കലാണ് കമ്പനിയുടെ ബാക്ക് ബോൺ. 2025 ഫൈനാൻഷ്യൽ ഇയർ ഫസ്റ്റ് ഹാഫിൽ ഓൾമോസ്റ്റ് 80% റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ വരുന്നതാണ് പവർ ജനറേഷൻ, അതുപോലെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിൽ ഉപയോഗിക്കുന്ന ന്യൂക്ലിയർ പവർ ടർബൈൻസ്, അതുപോലെ ഹൈഡ്രജൻ ടർബൈൻസും. ഇനി ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഗ്ലോബൽ ഗ്യാസ് ടർബൈൻ മാർക്കറ്റിന്റെ ഏകദേശം 75% കൺട്രോൾ ചെയ്യുന്ന കസ്റ്റമേഴ്സിനാണ് ഇവർ സപ്ലൈ ചെയ്യുന്നത്. ഇനിയിപ്പം സെക്കൻഡ് വെർട്ടിക്കൽ എയറോസ്പേസ് ആൻഡ് ഡിഫൻസ് ആണ്. അപ്പൊ ഇത് റവന്യൂയിലേക്ക് 17% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെയാണ് അവരുടെ പ്രൊഡക്റ്റ് ലൈൻ. ഇനി ബാക്കി റവന്യൂ അതർ കാറ്റഗറിയിലാണ് വരുന്നത്. ഇനി ഇവരുടെ ക്ലയന്റ് ലിസ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ വലിയ പേരുകളൊക്കെയാണ് ഉള്ളത്. ലൈക്ക് ഇപ്പൊ സീമെൻസ് എനർജി, മിത്സുബിഷി, അതുപോലെ തന്നെ ജനറൽ ഇലക്ട്രിക്. ഇപ്പൊ മേജർ റവന്യൂ വരുന്നത്, അതായത് ഏകദേശം 87% റവന്യൂ എക്സ്പോർട്ടിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഇതിൽ 50% ജസ്റ്റ് USA അതുപോലെ ജപ്പാനിൽ നിന്നാണ് വരുന്നത്. ഇനി ഫൈനാൻഷ്യൽ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ Q3 ഫൈനാൻഷ്യൽ 2025 റവന്യൂ ഇയർ ഓൺ ഇയർ 35% കൂടി. ഇപ്പൊ ഡിഫൻസ് സെക്ടറിൽ പെട്ടെന്നൊരു ഗ്രോത്ത് ആണ് കണ്ടത്. മുമ്പ് ഈ ഒരു സെഗ്മെന്റ് 8.6% മാത്രമായിരുന്നു കോൺട്രിബ്യൂട്ട് ചെയ്തത്. അതിന്നിപ്പം 17% എത്തി. അതായത് ജസ്റ്റ് 1 ഇയറിൽ 2.6 ഇരട്ടി വളർച്ചയാണ് ഉണ്ടായത്. അപ്പൊ കപ്പാസിറ്റി എക്സ്പാൻഷൻ, കൺസിസ്റ്റന്റ് ഡിമാൻഡ്, അതുപോലെ ഫ്രഷ് ഓർഡർ ആണ് ഇതിന് കാരണമായത്. അപ്പൊ കഴിഞ്ഞ 2 വർഷത്തിൽ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് മാർജിൻ 7% ഇംപ്രൂവ് ആയി. അപ്പൊ ഈ ഒരു ഇംപ്രൂവ്മെന്റ് വലിയൊരു കാര്യം ബൈ ടൈം എംപ്ലോയി കോസ്റ്റ് കുറഞ്ഞത്, അതുപോലെ തന്നെ ജോബ് വർക്ക് കോസ്റ്റ് കുറഞ്ഞതുമാണ്. അതുപോലെ തന്നെ ഇയർ ഓൺ ഇയർ പ്രോഫിറ്റ് ഗ്രോത്ത് 41% എത്തി. അപ്പൊ ഇതിന്റെ കാരണം സെയിൽസ് ഗ്രോത്ത് 35% കൂടിയതും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് കോസ്റ്റ് കുറഞ്ഞതുമാണ്. ഇനി ഗ്രോത്ത് ഔട്ട്ലുക്ക് നമുക്ക് നോക്കാം. ആസാദ് എഞ്ചിനീയറിംഗിന് 4500 കോടി രൂപ മൂല്യമുള്ള ഓർഡർ ബുക്കാണ് ഉള്ളത്. അപ്പൊ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ കറന്റ് ആനുവൽ റവന്യൂവിന്റെ ഓൾമോസ്റ്റ് 10 ഇരട്ടിയാണ്. ഇപ്പൊ ക്ലയൻസിൽ വരുന്നതാണ് ബേക്കർ ഹ്യൂസ് സൗദി അറേബ്യ, ഹണിവെൽ ഒക്കെ. ഇപ്പൊ മിത്സുബിഷി ഹെവി ഇൻഡസ്ട്രീസ് അതുപോലെ സീമെൻസ് പോലത്തെ ചില ക്ലയൻസിന് 5 വർഷം ലാസ്റ്റ് ചെയ്യുന്ന കോൺട്രാക്ട്സ് ഉണ്ട്. അപ്പൊ ഇതിനായിട്ട് കമ്പനി 20,000 സ്ക്വയർ മീറ്റർ പ്ലാൻ കപ്പാസിറ്റി 10 ഇരട്ടിയായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അപ്പൊ കമ്പനി പറഞ്ഞ് താരിഫ് ഇമ്പാക്ട് മിനിമൽ ആയിരിക്കും എന്നാണ്, ചൈനയിൽ വെച്ച് ബാക്കി എല്ലായിടത്തും. കാരണം അവരുടെ പ്രോഡക്ട്സ് ഗ്ലോബലി 30 മുതൽ 35% കൂടുതൽ കോമ്പറ്റീറ്റീവ് ആയിരിക്കും. ഇനി ഫൈനാൻഷ്യൽസിലേക്ക് നമ്മൾ തിരിച്ചു വരുവാണെങ്കിൽ ഫെബ്രുവരി 2025 ക്വാളിഫൈഡ് ഇൻവെസ്റ്റ്മെന്റ് പ്ലേസ്മെന്റ് വഴി 700 കോടി റേസ് ചെയ്തു ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ഔട്ടിനായിട്ട്. ഇനിയും ബാലൻസ് ഷീറ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ ടോട്ടൽ അസറ്റിന് 24% റിസീവബിൾസിൽ ബ്ലോക്ക്ഡ് ആണ്. അതൊരു കൺസേൺ ആണ്. ഇനി നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. ആസാദിന്റെ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ മാർച്ച് 2021 401 ദിവസമായിരുന്നു. അത് മാർച്ച് 2024 ആയപ്പോഴേക്ക് 840 ദിവസമായിട്ട് കൂടി. അപ്പം ഇരട്ടിയിലും കൂടുതലാണല്ലേ. കാരണം എന്താണ്? കാരണം മെയിൻലി ഇമ്പോർട്ടഡ് റോ മെറ്റീരിയൽ അതുപോലെ ഡിഫൻസിലെ കോംപ്ലക്സ് അപ്രൂവൽസ് ഒക്കെ ഇൻവെന്ററി ഡേയ്സ് ഇരട്ടിയാവാൻ വേണ്ടിയിട്ട് കാരണമായിട്ടുണ്ട്. അപ്പൊ മാനേജ്മെന്റ് പറയുന്നത് ഈ ഒരു ഇഷ്യൂ ഒക്കെ ടെമ്പററി ആണെന്നാണ്. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് സോൾവ് ആവുമെന്നാണ്. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ 6.38 ആണ്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് വെച്ചിട്ട് 6.38 ഇരട്ടി തവണ അവർക്ക് ഇൻട്രസ്റ്റ് കവർ ചെയ്യാം. എന്നാൽ ഇത് ഇൻഡസ്ട്രി മീഡിയനായ 10.73 കുറവാണ്. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് 20%. ഇനി നമുക്ക് കമ്പനിയുടെ റിസ്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പൊ ആദ്യത്തെ റിസ്ക് ഇൻഡസ്ട്രിയുടെ ക്വാളിഫിക്കേഷൻ പ്രോസസ്സ് സ്ലോ ആണ്. 30 മുതൽ 48 മാസം എടുക്കും. അപ്പൊ ഇത് കാരണം ക്ലയന്റ് ബേസ് ലിമിറ്റഡ് ആണ്. 3 പ്ലേയേഴ്സ് മാത്രമാണ് അവരുടെ ഗ്യാസ് ടർബൈൻ ബിസിനസിന്റെ 75% കോൺട്രിബ്യൂട്ട് ചെയ്തത്. അപ്പൊ അത് കോൺസെൻട്രേഷൻ റിസ്ക് ആണ് കാണിക്കുന്നത്. രണ്ടാമത്തെ കാര്യം റോ മെറ്റീരിയൽ ഡിസ്റപ്ഷൻ അതുപോലെ തന്നെ സപ്ലൈ ബോട്ടിൽ നെക്സ് കാരണം എനർജി സെഗ്മെന്റിൽ ഗ്രോത്ത് സ്ലോ ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ഈ ഒരു സെഗ്മെന്റ് റവന്യൂയിലേക്ക് 80% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ റീസെന്റ് IPOക്ക് ശേഷം 6 മാസത്തിനുള്ളിൽ ബോറോയിങ്സ് 3.5 ഇരട്ടിയായിട്ട് കൂടിയിട്ടുണ്ട്. ലാസ്റ്റ്ലി കമ്പനിയുടെ പ്രൈസ് ടു സെയിൽസ് റേഷ്യോ 27.3 ആണ്. അപ്പോൾ ഇത് ഇൻഡസ്ട്രി മീഡിയനെ 13-നേക്കാളും ഇരട്ടിയിൽ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ഹൈ വാല്യൂഷൻ ഇൻവെസ്റ്റേഴ്സിന് കൺസേൺ ആണ്.
ഇനി നമ്മുടെ അടുത്ത കമ്പനി അദാനി വിൽമ അഗ്രി ബിസിനസ് ആണ്. അപ്പൊ കഴിഞ്ഞ 3 മാസത്തിൽ DI സ്റ്റേക്ക് 9% കൂടി, അതുപോലെ തന്നെ FI ഹോൾഡിംഗ്സ് 3% കൂടി. ഇനിയിപ്പോ നമ്മൾ കമ്പനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 1999 കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത്. പിന്നെ AVL, എഡിബിൾ ഓയിൽസ്, ഫുഡ് പ്രൊഡക്ട്സ്, അതുപോലെ എസെൻഷ്യൽ FMCGയിലെ ഒരു ലീഡിംഗ് പേരാണ്. ഓപ്പറേഷൻസ് 3 മെയിൻ സെഗ്മെന്റിലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബിസിനസ് സെഗ്മെന്റ് നമുക്ക് നോക്കാം. ആദ്യത്തെ എഡിബിൾ ഓയിലാണ്. അപ്പോൾ ഇതിൽ ഫോർച്യൂൺ ആൻഡ് കിങ്സ് പോലത്തെ ബ്രാൻഡ് വരും. ഇപ്പോൾ ഇവർ സൺഫ്ലവർ, ഗ്രൗണ്ട് നട്ട്, മസ്റ്റാർഡ് ഓയിലൊക്കെ സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റ് മാത്രം റവന്യൂയിലേക്ക് 78% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ ഇൻഡസ്ട്രി എസെൻഷ്യൽസ് ഏകദേശം 12% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഒലിയോ കെമിക്കൽസ്, അതുപോലെ പേഴ്സണൽ കെയർ ഇൻപുട്സ് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് ബേസിക്കലി സോപ്സ്, ഡിറ്റർജൻസ്, കോസ്മെറ്റിക്സിനൊക്കെ റോ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ലാസ്റ്റ് സെഗ്മെന്റ് ഫുഡ് ആൻഡ് FMCG ആണ്. അപ്പോൾ ഇത് ഡെയിലി യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഒക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതാണ് ബാക്കി 10% റവന്യൂവിന്റെ സോഴ്സ്. ഇപ്പോൾ കമ്പനിയുടെ പോർട്ട്ഫോളിയോയിലുള്ള പല പ്രൊഡക്ട്സും മാർക്കറ്റ് ലീഡേഴ്സ് ആണ്. ഇപ്പോൾ എഡിബിൾ ഓയിൽസ് നമ്പർ 1 ആയിരുന്നു 18% മാർക്കറ്റ് ഷെയറോടെ. ഇപ്പോൾ കാസ്ട്രോ എക്സ്പോർട്ടിൽ നമ്പർ 1 ആണ്. അങ്ങനെ പലതും. അപ്പോൾ അവർക്ക് 30-ലധികം രാജ്യങ്ങളിൽ പ്രസൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ എല്ലാ 250 കിലോമീറ്ററിൽ കമ്പനിക്ക് സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ട്. ഇനി നമുക്ക് ഫൈനാൻഷ്യൽ പെർഫോമൻസ് നമുക്ക് നോക്കാം. ഇപ്പോൾ 2025 ഫൈനാൻഷ്യൽ ഇയറിൽ AWL ഓൾ ടൈം ഹൈ റവന്യൂ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇയർ ഓൺ ഇയർ 24% ഗ്രോത്തോടെ. അപ്പോൾ ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഓയിൽ, FMCG, ബ്രോഡ് ബേസ് വോളിയം, അതുപോലെ തന്നെ വാല്യൂ ഗ്രോത്ത് ആണ്. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ബ്രാൻഡഡ് സോയ, സൺഫ്ലവർ, അതുപോലെ മസ്റ്റാർഡ് ഓയിലിന്റെ സ്ട്രോങ് ഡിമാൻഡ്, കൂടാതെ ക്വിക്ക് കൊമേഴ്സും സ്ട്രോങ് ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ Q4 മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ 113% ഇയർ ഓൺ ഇയർ വോളിയം ഗ്രോത്ത്. ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ സെയിൽസ് 25% കൂടിയിട്ടുണ്ട്. എബിറ്റ ഇയർ ഓൺ ഇയർ 119% കൂടിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഓപ്പറേറ്റിംഗ് മാർജിൻ 2% നിന്ന് 4% മാത്രമാണ് ഇംപ്രൂവ് ചെയ്തേക്കുന്നത്. കാരണം എന്താണ്? കാരണം 80% റവന്യൂ എഡിബിൾ ഓയിൽസ് നിന്നാണ് വരുന്നത്. ഇവിടെ റോ മെറ്റീരിയൽ പ്രൈസ് വളരെ വോളറ്റൈൽ ആണ്. അപ്പോൾ ഈ ഒരു ചാർട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും വില എങ്ങനെയാണ് മാർജിനെ ബാധിക്കുന്നത് എന്നുള്ള കാര്യം. കൂടാതെ ഹെവി ഇൻവെസ്റ്റ്മെന്റ് കാരണം ഫുഡ് ആൻഡ് FMCG സെക്ടറിലും ഇപ്പോഴും എബിറ്റ ന്യൂട്രൽ ആണ്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് നെറ്റ് മാർജിനിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്, 1.9% മാത്രം. AWLന് ഡീ ബോട്ടിൽ നെക്കിംഗ്, അതുപോലെ തന്നെ 500 മുതൽ 600 കോടിയുടെ ഇൻഫ്രാസ്ട്രക്ചർ മെയിൻ്റെനൻസ് വെച്ച് വേറെ ഒരു മേജർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്ലാൻ ഇല്ല. അപ്പോൾ ഈ അടുത്ത് 400 കോടിയുടെ വരുമാനം പ്രതീക്ഷിച്ചുകൊണ്ടും അതുപോലെ തന്നെ 50%-ലധികം ഗ്രോസ് മാർജിൻ സിനർജി പ്രതീക്ഷിച്ചുകൊണ്ടും ഈ അടുത്ത് GD ഫുഡ്സിനെ അക്വയർ ചെയ്തു. അപ്പോൾ ഫ്ലാങ്കർ ബ്രാൻഡ്സ് ലൈക്ക് ഇപ്പോൾ കിങ്സ് ആൻഡ് അതർ അഗ്രസീവ്ലി മാർക്കറ്റ് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യ പോലത്തെ അണ്ടർ പെനിട്രേറ്റഡ് മാർക്കറ്റിൽ. അപ്പോൾ കഴിഞ്ഞ വർഷം 25% വോളിയം ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട്. റീറ്റെയിൽ എക്സ്പാൻഷൻ പ്ലാനിൽ വരുന്നതാണ് 2026 ഫൈനാൻഷ്യൽ ഇയർ ആകുമ്പോഴേക്കും 50,000 ടൗണിൽ നിന്ന് 60,000 ടൗൺ കവർ ചെയ്യുമെന്നുള്ളത്. ഇപ്പോൾ ഫൈനാൻഷ്യലി കമ്പനിയുടെ ലോങ് ടേം ഡെറ്റ് വളരെ കുറവാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ AWLന്റെ ക്യാഷ് പോസിറ്റീവ് ആണ്. അപ്പോൾ ഇതിന്റെ കാരണം കമ്പനിയുടെ ക്യാഷ് ഫ്ലോ ഓപ്പറേഷൻസ് 7 ഇരട്ടിയായിട്ട് കൂടിയതാണ്. അപ്പോൾ ഇതിന്റെ ഒരു മെയിൻ കാര്യം ബെറ്റർ പ്രോഫിറ്റ് റിപ്പോർട്ടിംഗ്, അതുപോലെ തന്നെ പേബിൾസ് കൂടിയതാണ്. ഇപ്പോൾ റിപ്പോർട്ടഡ് പ്രോഫിറ്റ് കൂടിയത് കൊണ്ട് തന്നെ ROCE 10% നിന്ന് 21% കൂടി. ഇനി റിസ്ക് എന്തൊക്കെയാണ് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ കാര്യം പാം ഓയിൽ, അതുപോലെ തന്നെ എഡിബിൾ ഓയിൽ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈലി വോളറ്റൈൽ ആണ്. ഇപ്പോൾ എഡിബിൾ ഓയിലാണ് ബിസിനസിന്റെ 80% വരുന്നത്. ഇപ്പോൾ B14 ആയിട്ടുള്ള ഇന്തോനേഷ്യ, മലേഷ്യ ബയോഡീസൽ മാൻഡേറ്റ്സ് അൺസർട്ടനിറ്റി ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ ഫുൾ കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് എഫിഷ്യൻസിയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇപ്പോൾ വലിയ പ്ലേയേഴ്സ് ലൈക്ക് ഡിമാർട്ട്, അതുപോലെ റിലയൻസ് ഇൻവെന്ററി കൺസോൾഡേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൈവറ്റ് ലേബൽ കോമ്പറ്റീഷൻ മാർജിനിൽ പ്രഷർ ഉണ്ടാക്കുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് കമ്പനി JB കെമിക്കൽസ് ആണ്. ഇപ്പോൾ മാർച്ച് 2023 മുതൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ FI സ്റ്റേക്ക് തുടർച്ചയായിട്ട് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ 2025 മാർച്ച് ആയപ്പോഴേക്ക് സ്റ്റേക്ക് 18%. DI ഹോൾഡിംഗ്സ് കഴിഞ്ഞ ക്വാർട്ടറിൽ 2% കൂടി. ഇപ്പോൾ കമ്പനിയെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ കമ്പനി 1976 തുടങ്ങിയത്. ഇപ്പോൾ ഇന്ത്യയിലെ ലീഡിംഗ് ഫാർമ കമ്പനികളിൽ ഒന്നാണ് JB കെമിക്കൽസ്. 20-ലധികം തെറാപ്പറ്റിക് കാറ്റഗറീസ് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ 40-ലധികം രാജ്യങ്ങളിൽ പ്രൊഡക്ട്സ് വിറ്റിട്ടുണ്ട്. ഇത് സൗത്ത് ആഫ്രിക്ക, റഷ്യ, അതുപോലെ UAE അവരുടെ തന്നെ സബ്സിഡീസും വരുന്നുണ്ട്. ഇപ്പോൾ ടോപ്പ് 300 ഇന്ത്യൻ ഫാർമ മാർക്കറ്റിൽ ഇവരുടെ 6 ബ്രാൻഡ് റാങ്കിൽ വരുന്നുണ്ട്. ഇപ്പോൾ ടോപ്പ് 5 ഗ്ലോബൽ മാനുഫാക്ചേഴ്സ് ഓഫ് മെഡിക്കേറ്റഡ് ആൻഡ് ഹെർബൽ ലോസഞ്ചസിലും വരുന്നുണ്ട്. ഇപ്പോൾ കമ്പനിക്ക് 4 മെയിൻ റവന്യൂ സ്ട്രീംസ് ആണുള്ളത്. ഡൊമസ്റ്റിക് ഫോർമുലേഷൻ 58% റവന്യൂ, എക്സ്പോർട്ട് ഫോർമുലേഷൻ 29%, കോൺട്രാക്ട് മാനുഫാക്ചറിംഗ് അറൌണ്ട് 11%, APS 2% മാത്രം. ഇപ്പോൾ ഫാർമ ഇൻഡസ്ട്രിയിൽ 22ാമത്തെ റാങ്കാണ് JB ഫാർമയ്ക്ക്. അപ്പോൾ അവരുടെ പല ബ്രാൻഡ്സും സ്ട്രോങ് മാർക്കറ്റ് ഷെയർ ഉണ്ട്, അതുപോലെ തന്നെ റാങ്കിങ്ങും. ഇനി ഫൈനാൻഷ്യൽ പെർഫോമൻസ് നമുക്ക് നോക്കാം. അപ്പോൾ മാർച്ച് 2025 ക്വാർട്ടറിൽ കമ്പനി ഇയർ ഓൺ ഇയർ 12.45% റവന്യൂ ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട്. ഗ്രോത്ത് മെയിൻലി സ്ട്രോങ് ഡൊമസ്റ്റിക് ഫോർമുലേഷൻ, അതിലെ CDMO ബിസിനസ് റീബൗണ്ടിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ ക്രോണിക് തെറാപ്പീസ് 18% വളർന്നു.
അപ്പോൾ ഓവറോൾ മാർക്കറ്റ് ഗ്രോത്ത് ആയ 10% കൂടുതൽ. ഇപ്പോൾ പെർഫോമൻസ് മൊത്തം മാർക്കറ്റിനേക്കാളും കടന്നു. ഇപ്പോൾ നിലവിൽ 75% റവന്യൂ മാർക്കറ്റിനേക്കാളും പെട്ടെന്ന് വളരുന്ന സെഗ്മെന്റ്സിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടും ഓപ്പറേറ്റിംഗ് മാർജിൻ 26% തന്നെയാണ്. അപ്പോൾ ഈ ഒരു മാർജിൻ എന്ന് പറഞ്ഞാൽ 2021 മാർച്ചിനേക്കാളും താഴെയാണ്. ഇപ്പോൾ കമ്പനിയുടെ EBIT DA മാർജിൻ 29% എത്താനായിട്ടാണ് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഗ്രോത്ത് ഔട്ട്ലുക്ക് നമുക്ക് നോക്കാം. അപ്പൊ അടുത്ത 4 വർഷത്തിൽ മാനേജ്മെന്റ് CDMO ബിസിനസ് 50 മില്യൺ നിന്ന് $100 മില്യൺ ആയിട്ട് ഡബിൾ ചെയ്യുമെന്നുള്ളത് ക്ലിയർ ആണ്. അപ്പൊ എങ്ങനെയാണ് അത്? അപ്പൊ നിലവിൽ ഈ ഒരു സെഗ്മെന്റ് 12% റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ പൈപ്പ് ലൈൻ സ്ട്രോങ് ആണ്. അടുത്ത 15 മുതൽ 18 മാസത്തിൽ 4 മുതൽ 5 മേജർ പ്രൊഡക്ട്സ് തുടങ്ങാനുണ്ട്. ഇപ്പൊ പുതിയ CDMO പ്രൊഡക്ട്സ് ലൈക്ക് ലോസഞ്ചസ്, ത്രോട്ട് സ്പ്രേ, OR സൊല്യൂഷൻസിന്റെ ഒക്കെ ഗ്രോത്ത് കൂടുമെന്നത് പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ ഒപ്തമോളജി പോർട്ട്ഫോളിയോയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാ ക്വാർട്ടറിലും 1 മുതൽ 2 പ്രൊഡക്ട്സ് ലോഞ്ച് ചെയ്യാനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ കമ്പനി ലോങ് ടേം ഡെറ്റ് ഫ്രീ ആണ്. ഇപ്പൊ ബാലൻസ് ഷീറ്റിന്റെ 80% ബാക്ക് ബൈ റിസർവ്സ് ആണ്. ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ അസറ്റിന്റെ 1/3 ഗുഡ് വിൽ അതുപോലെ തന്നെ ഇൻടാഞ്ചിബിൾ അസറ്റ്സിലാണ്. ഇപ്പൊ ക്യാഷ് കൺവേർഷൻ സൈക്കിളും ഇംപ്രൂവ് ആയിട്ടുണ്ട്. ഇപ്പൊ മാർച്ച് 2021 164 ദിവസത്തിൽ നിന്ന് മാർച്ച് 2025 109 ദിവസമായി. എന്നാൽ ഇവിടെ ഇൻവെന്ററി ഡേയ്സ് 178 ദിവസത്തിൽ നിന്ന് 147 ദിവസമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊരു നല്ല കാര്യം തന്നെയാണ് ഇവിടെ. ഇനി പ്രോഫിറ്റബിലിറ്റി ഇംപ്രൂവ് ആയപ്പോൾ ROCയും 2 വർഷത്തിൽ 22% നിന്ന് 27% കൂടി. ഇനി കമ്പനിയുടെ റിസ്ക് എന്തൊക്കെയാണ് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തെ കാര്യം ബ്രാൻഡഡ് ജനറിക് ബിസിനസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഗവൺമെന്റ് ടെൻഡർ അനുസരിച്ചാണ്. അപ്പൊ കോമ്പറ്റീഷൻ കൂടിയപ്പോൾ അത് മാർജിൻ അതുപോലെ ഓർഡർ വോളിയത്തെ ബാധിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു മെയിൻ റിസ്ക് വാല്യുവേഷൻ ആണ്. അപ്പൊ കമ്പനിയുടെ EV/EBIT DA റേഷ്യോ 24.3 ആണ്. അപ്പം എന്റർപ്രൈസ് വാല്യൂ ടു EBIT DA റേഷ്യോ ഇൻഡസ്ട്രി മീഡിയനായ 16.87 മുകളിലാണ്. ഏർണിംഗ് എക്സ്പെക്ടേഷൻ മിസ് ആയിട്ടുണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റേഴ്സിന് റിസ്ക് ആയിരിക്കും. സോ ഇതായിരുന്നു നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ച 3 സ്റ്റോക്സ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ടാണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ഫൈനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് നിങ്ങൾ കാണരുത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലും കൂടെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.